ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആണ്ടുവട്ടത്തിലെ 30-ാം ഞായർ. നമ്മൾ ഈ നാളുകളിൽ കേൾക്കുന്ന വചനങ്ങൾ പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മളെ പഠിപ്പിക്കുക. പ്രാർത്ഥന, എളിമയോടെ പ്രാർത്ഥിക്കുക, അത് ദൈവം ശ്രവിക്കും. അതാണ് ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുക. എളിവിൻ്റെ പ്രാർത്ഥന മേഘങ്ങളെയും തുളച്ച് കയറുന്നു. അതാണ് ഒന്നാമത്തെ വായനയിൽ നമ്മൾ കേട്ടത്. കാരണം ദൈവം കാരുണ്യവാനാണ്, കൃപാലുവാണ്, നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പ്രത്യേകിച്ച് പാവപ്പെട്ടവരോടും വിധവകളോടും ഒക്കെ കരുണ കാണിക്കുന്നവനാണ്. എളിയവരോട് കരുണ കാണിച്ചുകൊണ്ട് എളിമയോടെ പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക എന്ന് ഇന്നത്തെ ഓരോ വായനയും പ്രിയപ്പെട്ടവരെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ പറയുന്നുണ്ട്, നമ്മൾ അഹങ്കരിച്ചാൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കപ്പെടുകയില്ല. നേരെമറിച്ച് വിനയത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുക, എളിമയോടെ പ്രാർത്ഥിക്കുക. അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുക. നമ്മുടെ പ്രാർത്ഥന ഫലവത്താകുന്നത് എളിമയോടെ പ്രാർത്ഥിക്കുമ്പോൾ. കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു ഉപമ പറയുന്നുണ്ട്. ഒരു ഫരീസേയനും ഒരു ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോകുക. പ്രാർത്ഥനയുടെ 2 രീതികളാണ്. ഇതിൽ ഒരു രീതി തെറ്റായ രീതിയാണ് എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുക. ഫരീസേയൻ്റെ പ്രാർത്ഥന യഥാർത്ഥ പ്രാർത്ഥനയാകുന്നില്ല, അതിന് യഥാർത്ഥ ഫലം ഉണ്ടാകുന്നില്ല എന്ന് ഈശോ വെളിപ്പെടുത്തുക. അതിനു പകരം ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയോ അത് ദൈവസന്നിധിയിലെത്തുന്നു, നീതീകരിക്കപ്പെട്ടവനായി അവന് വീട്ടിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നു. എന്താണ് ഈ പ്രാർത്ഥന തമ്മിലുള്ള വ്യത്യാസം? ഒന്നാമത്തെ പ്രാർത്ഥനയിൽ, ആ ഫരീസേയൻ്റെ പ്രാർത്ഥനയിൽ അവൻ്റെ ശ്രദ്ധ ദൈവത്തിൽ എന്നതിനേക്കാളും തന്നിലാണ്. താൻ എന്തെല്ലാം ചെയ്യുന്നു, താൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന രീതിയിൽ ഒരു വിധത്തിൽ തന്നെ പുകഴ്ത്തുന്ന രീതിയിലാണ്. അത് പ്രാർത്ഥനയല്ല, സത്യത്തിൽ ഒരു അഹങ്കരിക്കലാണ്. അഹങ്കാരികളെ ദൈവം എതിർക്കുന്നു എന്നാണ് പറയുക. നേരെ മറിച്ച് ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയോ ദൈവത്തിൻ്റെ നേരെ നോക്കാൻ പോലും യോഗ്യതയില്ല എന്ന് ഏറ്റുപറഞ്ഞ്, പ്രിയപ്പെട്ടവരെ, ജീസസ് പ്രെയർ എന്ന് പറഞ്ഞ പാരമ്പര്യത്തിലുള്ള പ്രാർത്ഥനയുണ്ടല്ലോ. കർത്താവായ യേശു ക്രിസ്തുവേ, ദൈവത്തിൻ്റെ പുത്ര, പാപിയാണ് ഞാൻ, എൻ്റെ മേൽ കനിയണമേ. ഈ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയാണത്. അവൻ്റെ ശ്രദ്ധ ദൈവത്തിലാണ്, തൻ്റെ മഹത്വത്തിലല്ല, ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ദൈവമേ ഞാൻ പാപിയാണ് എന്ന് അദ്ദേഹം ഏറ്റുപറയുക. അവിടെയാണ് ദൈവത്തിൻ്റെ നീതീകരണം അനുഭവിച്ചുകൊണ്ട് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ പൗലോസ് അപ്പോസ്തലൻ എന്താ പറയുന്നത്? പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഞാൻ എൻ്റെ ജീവിതത്തെ ഒരു നൈവേദ്യമായി ദൈവസന്നിധിയിൽ അർപ്പിക്കുകയാണ്. നീതിയുടെ കിരീടത്തിനായി ഞാൻ പോവുകയാണ്. സത്യസന്ധത നമ്മുടെ പ്രാർത്ഥനയിൽ വേണം, അഹങ്കരിക്കൽ വേണ്ട. തൻ്റെ ജീവിതം എങ്ങനെയാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, ഞാൻ നല്ല ഓട്ടം ഓടി, എൻ്റെ ഓട്ടം ഞാൻ പൂർത്തീകരിച്ചു, നീതിയുടെ കിരീടത്തിനായി ഞാൻ പോവുകയാണ് എന്ന് പറയുകയാണ്. എന്നിട്ട് എൻ്റെ ജീവിതവും നൈവേദ്യമായി ദൈവസന്നിധിയിൽ ചൊരിയപ്പെടുകയാണ് എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മെ നിറയ്ക്കാൻ ശ്രദ്ധിക്കുന്നതല്ല, നമ്മിൽ നിറഞ്ഞതിനെ പകരാൻ ശ്രദ്ധിക്കുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന. ദൈവത്തോട് നന്ദിയാൽ നിറഞ്ഞ്, മറ്റുള്ളവരോട് കരുണയാൽ നിറഞ്ഞ്, ദൈവത്തിൻ്റെ സ്വഭാവം സ്വീകരിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവർക്കായി ദൈവത്തിനായി ചെലവഴിക്കാനായിട്ട് സാധിക്കണം. ഇസ്രായേൽക്കാർ അവരുടെ യാഗത്തിൽ അവിടെ വീഞ്ഞ് ഒഴിച്ച് നൈവേദ്യമായി അർപ്പിക്കുന്ന ആ അനുഭവത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എൻ്റെ ജീവിതത്തെ തന്നെ ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ നൈവേദ്യമായി സമർപ്പിക്കുകയാണ് എന്ന്. ദൈവത്തോട് നന്ദിയാൽ നിറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതിനെയാണ് പ്രാർത്ഥന എന്ന് പറയുക. രൂപത്തിൽ നമ്മൾ നോക്കുമ്പോഴേക്കും പ്രാർത്ഥനയിലെ 4 കാര്യങ്ങൾ. ഒന്നാമത്തേത് പ്രാർത്ഥനയിൽ ആരാധനയാണ്. ആരാധന എന്ന് പറഞ്ഞാൽ ദൈവം ആരാണെന്ന് ഏറ്റുപറയുന്നതാണ്. ദൈവമേ, അങ്ങാണ് അത്യുന്നതൻ, അങ്ങാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം, അങ്ങ് കാരുണ്യവാനാണ്, കൃപാലുവാണ്, സ്നേഹസമ്പന്നനാണ്, അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുന്നു, അങ്ങ് ഞങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധയോടെ ഞങ്ങളെ പരിചരിക്കുന്നു, സംരക്ഷിക്കുന്നു, പാപങ്ങളോട് കരുതൽ കാണിക്കുന്നു. അങ്ങനെ ആ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട്
ദൈവം ആരാണെന്ന് ഏറ്റുപറയുക. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ്. നമ്മൾ ആരെ ഏറ്റവും പ്രധാനമായി കാണുന്നോ, എല്ലാറ്റിനും ഉപരിയായി കാണുന്നോ, അതാണ് ദൈവം. അവിടെ ആണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥമായ പ്രാർത്ഥന വരുന്നത്. അതിന് പകരം നമ്മൾ ദൈവത്തിന് മുമ്പിൽ അഹങ്കാരത്തോടെ നിന്നാലോ, ഞാൻ എന്നെ തന്നെ പുകഴ്ത്തിക്കൊണ്ട് നിന്നാലോ, അത് ആ ആരാധനയ്ക്ക് എതിരാണ്. ഒരു വിധത്തിൽ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം ഞാൻ എന്നെ തന്നെ ആരാധിക്കുന്ന രീതിയായിട്ടാണ് വരുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ ആ ഫരീസിൻ്റെ പ്രാർത്ഥന അങ്ങനെ ആയിരുന്നു. അവൻ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൻ്റെ ആധ്യാത്മിക ജീവിതത്തിലല്ലേ അവൻ പദവാരം കൊടുക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു, ഉപവസിക്കുമായിരുന്നു. പക്ഷേ അതെല്ലാം അവൻ എടുത്തു പറയുമ്പോൾ അതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയായിരുന്നില്ല, തൻ്റെ തന്നെ മഹത്വം വിളിച്ചോതുക. അത് ഏറ്റവും പ്രധാനമായിട്ട് പ്രകടമാകുന്നത് ഈ താരതമ്യം ചെയ്യലാണ്. ഇതെല്ലാം ചെയ്തിട്ട് ഞാനാണ് കേമൻ, മറ്റുള്ളവരെല്ലാം എന്നെക്കാളും താഴെ എന്നുള്ളൊരു മനോഭാവം പുലർത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ എളിമയുടെ ആ മാനം കളഞ്ഞ് നമ്മൾ അഹങ്കാരത്തിൻ്റെ മാനത്തിലേക്ക് വരുന്നു. അത് ആരാധനയ്ക്ക് എതിരാണ്. നമ്മെ തന്നെയോ, നമുക്കുള്ളവയെയോ, നമ്മുടെ പണത്തെയോ, പ്രശസ്തിയെയോ, കഴിവിനെയോ ഒക്കെ ഒരു വിധത്തിൽ ഏറ്റവും പ്രധാനമായി കരുതുന്നതാണ് നമ്മുടെ പ്രശ്നം. അതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് ബോധപ്പെട്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് നന്ദിയാൽ നാം നിറയണം. അതാണ് താങ്ക്സ് ഗിവിങ്, നന്ദി പ്രകടനം. ആരാധന നന്ദി പ്രകടനം. നമ്മുടെയൊക്കെ ജീവിതം ഒരു നന്ദി പ്രകടനമാകണം. നമ്മളെ ഓർത്ത്, നമുക്കുള്ളവരെ ഓർത്ത്, നമുക്കുള്ളവയെല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാൻ പറ്റണം. ഇതൊന്നും എൻ്റെ കഴിവില്ല, ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്, അത് ഞാൻ സ്വീകരിക്കുക. ദൈവമേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാനത് സ്വീകരിക്കുന്നു എന്നുള്ള ഒരു ഏറ്റുപറച്ചിലാണ് നമ്മുടെ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന ആരാധന കഴിഞ്ഞാൽ അത് നന്ദി പറച്ചിലാണ്. നമ്മുടെ കുർബാന അതിനെ നന്ദി പറച്ചിലെന്നല്ല, യൂക്കരിസ്റ്റ് എന്ന് പറഞ്ഞാൽ നന്ദി പറച്ചിലെന്നാണ് അർത്ഥം. കൃതജ്ഞതാ ബലിയാണ് നമ്മുടെ ദിവ്യ കുർബാന. എല്ലാം ഓർത്ത്, ഈശോയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു, ഈശോ തന്ന രക്ഷയോർത്ത് ഈശോയ്ക്ക് നന്ദി പറയുന്നു. നമ്മുടെ ജീവിതത്തിലെ ഓരോ വ്യക്തിയെയും നോക്കി ദൈവം നമുക്ക് തന്നതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് ബോധപ്പെട്ട് ദൈവത്തോട് നന്ദിയാൽ നാം നിറയുന്നു. ദൈവത്തിന് മുമ്പിൽ നമ്മൾ ആരാണ് എന്ന് ബോധപ്പെടുമ്പോൾ ആ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ കാര്യം വരുവാണ്. എന്താണെന്നോ, അത് ഏറ്റുപറച്ചിലാണ്, അനുതാപമാണ്, മാനസാന്തരമാണ്. ദൈവമേ, നിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ വെറും പാപിയാണ്. നിൻ്റെ വിശുദ്ധിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ പാപത്തെക്കുറിച്ച് ബോധപ്പെടുക. നിൻ്റെ നന്മയിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ എന്നിലെ തിന്മയെ ഓർത്ത് ഞാൻ മനസ്തപിക്കുക. അങ്ങനെ മനസ്താപത്തിൻ്റെ ഏറ്റുപറച്ചിലിൻ്റെ അംശം പ്രാർത്ഥനയിൽ വരണം. അതാണ് ആ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുക. ആ പ്രാർത്ഥനയാണ് ദൈവം ശ്രവിക്കുക. എളിയവൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. ഇന്നത്തെ സങ്കീർത്തനവും അത് എടുത്തു പറയുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. എന്നിട്ട് നാലാമത്തെ കാര്യം എന്താണ്? നാലാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ യാചനയാണ്. നമ്മൾ യാചിക്കുമ്പോൾ പോലും അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടി പോലും നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്താ കാരണമെന്നറിയാവോ? എല്ലാത്തിലും ദൈവമേ അങ്ങിലാണ് എൻ്റെ ആശ്രയം എന്നുള്ള ഏറ്റുപറച്ചിലാണ്. നീ ഇല്ലെങ്കിൽ ഞാനില്ല, നീ തന്നില്ലെങ്കിൽ എനിക്കൊന്നുമില്ല. ആ ഒരു ഏറ്റുപറച്ചിലാണ്. ദൈവമേ, അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ വീഴാൻ അങ്ങ് അനുവദിക്കല്ലേ, വീണുപോയാലും ഞങ്ങളെ എഴുന്നേൽപ്പിക്കണമേ, എല്ലാ തിന്മകളിൽ നിന്നും, അങ്ങയിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്ന എല്ലാത്തിൽ നിന്നും ഞങ്ങളെ വിമോചിപ്പിക്കണമേ. ഞങ്ങൾ എന്നും അങ്ങയുടെ സന്നിധിയിൽ വസിക്കട്ടെ, അങ്ങയോടൊത്തു വസിക്കട്ടെ, അങ്ങയുടെ ഇഷ്ടം നിറവേറ്റി ജീവിക്കട്ടെ, അങ്ങേക്ക് സമർപ്പിതരായി ഞങ്ങൾ ജീവിക്കട്ടെ. ഞങ്ങളുടെ ജീവിതം അങ്ങേക്കുള്ള മഹത്വമായി മാറട്ടെ. ഞങ്ങളുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. എളിമയുടെ വലിയ ആവശ്യകത പ്രാർത്ഥനയിലാകട്ടെ, മറ്റുള്ളവരോട് ഇടപെടുമ്പോഴാകട്ടെ, നമ്മുടെ ജീവിതത്തിൽ തന്നെ ആകട്ടെ, ആ എളിമയുടെ മനോഭാവം പ്രിയപ്പെട്ടവരെ നമുക്ക് എപ്പോഴും ഉണ്ടാകട്ടെ. അവിടെ നമ്മുടെ പ്രാർത്ഥന ദൈവം ശ്രവിക്കും. അവിടെ നാം ഓരോരുത്തരും ദൈവത്താൽ അനുഗ്രഹീതരാകും, ദൈവത്തിന് പ്രീതിപ്പെട്ടവരാകും. അങ്ങനെ ദൈവത്തിൻ്റെ പ്രീതിയിൽ വസിക്കാനും വളരാനും, ദൈവത്തിൻ്റെ മക്കളായി ദൈവത്തിൻ്റെ സാക്ഷ്യം വഹിച്ച് ജീവിക്കുവാനും, ദൈവത്തിൻ്റെ സ്നേഹം പകർന്ന് ജീവിക്കുവാനും നമുക്ക് തയ്യാറാകാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.